ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഭദ്രം ഹോസ്പിറ്റലിൽ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് അനാർക്കലി വിളിച്ചോർത്ത്. ആ സമയത്ത് ഗീത കയറി വരുന്നു കേട്ടോ. വിനോദിനോട് പറയും, കുറേ നാൾ ഒരുമിച്ച് കഴിഞ്ഞതില്ലേടാ, അച്ഛൻ അതിൻ്റെ വിഷമം ഉണ്ടായിരിക്കും, ആ ടെൻഷനിലായിരിക്കും, ഞാൻ എന്തായാലും അച്ഛനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഭദ്രൻ്റെ അടുത്ത് ചെല്ലുവാണ് കേട്ടോ. ഭദ്രൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ ഭദ്രൻ പറയാം, എങ്ങനെ ശരിയാവാനാ മോളെ, ഒന്ന് കഴിയുമ്പോൾ ഓരോന്ന് വരുമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല അമ്മയ്ക്കെല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറയുമ്പോൾ ഭദ്രൻ പറഞ്ഞു, ഓ നീ അമ്മയുടെ കാര്യമായിരുന്നോ പറഞ്ഞേ, പിന്നെ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്, അല്ല ഞാനും അത് തന്നെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് ഭദ്രൻ അവിടെ നിൽക്കുന്ന സമയത്ത് നേഴ്സ് വന്നിട്ട് പറയും, ആർക്കെങ്കിലും ഒരാൾക്ക് വിലാസിനെ കയറി കാണാമെന്ന് കേട്ടോ. ആ സമയത്ത് ഗീതു പറയുകയാണ്, ഞാൻ കയറി കാണാമെന്ന്. കഴിഞ്ഞ് ഭദ്രൻ പിന്നെ ഇനി അനാർക്കലിയോട് എന്നാ പറയും, രാധികാമ്മ അനാർക്കലിയോട് ചെയ്തത് തന്നെ കൊല്ലാനുള്ള തീരുമാനമായിരിക്കും എന്നോർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ ICUവിൽ നമ്മുടെ ഗീതു അമ്മയെ കയറി കാണുവാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ വിലാസിനെ എന്ന് വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഗീതുവിനോട് പറയും, ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുമ്പോൾ ഗീതു വിളിക്കുമ്പോൾ ചെറുതായിട്ട് കണ്ണൊക്കെ അനങ്ങുന്നുണ്ട് കേട്ടോ, പക്ഷേ കണ്ണൊന്നും തുറക്കുന്നില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ പറയും, കുഴപ്പമില്ല, നമുക്ക് 12 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ വിളിച്ച് നോക്കാം, രാത്രിയിലാവട്ടെ, മുടങ്ങാതെ MRI എടുക്കണം, ഇനി ടെസ്റ്റുകളും കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുവാണ് കേട്ടോ, അല്ലെങ്കിൽ ഇനി ഇടയ്ക്ക് അസുഖം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം ഗീതു പറയുകയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അച്ഛനോട് പറയുകയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും ഭദ്രൻ പറയുകയാണ്, ഈ ഹോസ്പിറ്റലുകാർ വെൻറ്റിലേറ്ററിലൊക്കെ ഇട്ട് ചുമ്മാ കള്ളം പറയും കാശ് മേടിക്കാനെന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ്, അതിന് ഹോസ്പിറ്റലുകാർ വെൻറ്റിലേറ്ററൊന്നും ആയിട്ടില്ല ഇട്ടിട്ടേക്കുന്നത്, പിന്നെ കാശ് അച്ഛൻ്റെ അല്ലല്ലോ പോകുന്നതെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് വിനോദ് പറയുകയാണ്, ഞാനെന്നാൽ പ്രിയാൻ ഇതൊന്ന് വിളിച്ച് പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ഗോവിന്ദൻ അങ്ങ് വരുന്നുണ്ട് കേട്ടോ. ഗോവിന്ദനെ കാണുമ്പോഴേ ഭദ്രൻ മനസ്സിൽ ചിന്തിക്കുക, എന്നാൽ ഗോവിന്ദനോടെല്ലാം പറഞ്ഞാലോ അനാർക്കലി വിളിച്ച കാര്യം എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് ഗീതിനോട് വരുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വാ, നമുക്ക് പുറത്ത് വരെ പോവാം, അമ്മയ്ക്ക് ഓക്കെ അല്ലേ, നീ വിഷമിക്കേണ്ട, നിൻ്റെ ഈ സന്തോഷം എൻ്റെ ആണെന്നും കൂടെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഭദ്രൻ പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ നിൽക്കുക, ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഭദ്രനെ അവിടെ നിർത്തിയിട്ട് ഗീതുവിനെ കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ പറയും, നിനക്ക് ഞാൻ തന്നൊരു സമ്മാനം, നീ ഉപേക്ഷിച്ച് കളഞ്ഞൊരു സമ്മാനം ഞാൻ തിരിച്ചു തരാൻ വേണ്ടി വന്ന എന്ന് പറയും കേട്ടോ. അപ്പം ഗീത പറയും, ഞാൻ ഗോവിന്ദേട്ടൻ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറയാൻ, നീ ഉപേക്ഷിച്ചതല്ല, എന്നാലും സാഹചര്യം കൊണ്ട് മാറ്റി വെക്കേണ്ട വന്നതെന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ കാറ് തിരിച്ചു കൊടുക്കുവാണ് കേട്ടോ. കാറ് കാണുന്ന ഗീതുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. ഗീതു ഓടിച്ചെന്ന് കാറിൽ കയറും. എന്നിട്ട് പറയും, ഗോവിന്ദേട്ടൻ നമുക്കൊരു റൈഡ് പോയാലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ ഗീതു ഓടിച്ചോളാന്ന് പറഞ്ഞ് ഗീതു ഡ്രൈവ് ചെയ്യുവാണ്. പോകുന്ന വഴിക്ക് ഗോവിന്ദ് പറയും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റിയ സമയമാണെന്ന് പറയും കേട്ടോ. അപ്പം ഗീതു പറയും, എനിക്ക് പറയാനുണ്ട് ഗോവിന്ദേട്ടാന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി മനസ്സിലെ സ്നേഹം ഗീതു പറയാൻ പോകുമായിരിക്കും എന്നോർത്ത് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഗീതു പറയും, അതെ ഗോവിന്ദേട്ടാ, ഞാനിനി തൊട്ടേ ഈ വണ്ടിക്കായിരിക്കുമല്ലോ പോകുന്നത്, അപ്പോൾ ഈ വണ്ടിക്കകത്തെ പാട്ടൊന്നും അത്ര കൊള്ളത്തില്ല, FM റേഡിയോയിൽ ഗോവിന്ദേട്ട വണ്ടിയിലെ പാട്ട് പോലെ എൻ്റെ വണ്ടിയിലും പെൻഡ്രൈവിൽ കുറച്ച് പാട്ട് കയറ്റി തരണമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ഗോവിന്ദന് ദേഷ്യം വരുവേ. അന്നേരം ഗോവിന്ദ് പറയും, ഇതാണോ നിനക്ക് പറയാനുണ്ടായിരുന്നത്? പറയുമ്പോൾ ഗീതു പറയും, ഇതല്ല, വേറെന്തോ അത്യാവശ്യമായിരുന്നു, പക്ഷെ മറന്നുപോയി എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഗീതു പറയും, ഓർമ്മ വന്നു. ഗോവിന്ദ് വീണ്ടും പ്രതീക്ഷയോടെ ചോദിക്കുക, എന്താ പറയാമെന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പറയും, അല്ല എന്തായാലും വണ്ടി കിട്ടിയല്ലോ, ഗോവിന്ദേട്ടൻ ഇന്ന് ഈ വണ്ടി കൊണ്ട് തന്നെ തിരിച്ചു പോകണം കേട്ടോ, കാരണം എൻ്റെ സ്കൂട്ടർ അവിടെ ഇരിക്കുമല്ലേ, രാത്രി ഞാൻ അത് എടുത്തുകൊണ്ട് വന്നോളാം എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദന് പിന്നെ ദേഷ്യം വരുവാണ്. ഗോവിന്ദ് പറയും, എനിക്ക് ഓഫീസിൽ പോകാനുണ്ടെന്ന് പറയും. അപ്പോഴേക്കും ഗീതു ചോദിക്കും, എന്തിനാ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതെന്ന്. അല്ല, ടെൻഷനും പ്രഷറൊക്കെ ഒത്തിരി വർക്ക് ലോഡൊക്കെ ഉണ്ടല്ലോ, കുറേ ദിവസത്തെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ, ഒച്ച കൂടിപ്പോയതല്ല, ദേഷ്യപ്പെട്ടതല്ല എന്ന് പറയും കേട്ടോ. ഇത് കാണുന്ന ഗീതുവിന് ചെറുതായിട്ട് ചിരി വരും. എന്നിട്ട് ഗീതു മനസ്സിൽ ചിന്തിക്കും, എന്തേലും എന്നോട് തുറന്ന് പറയാനുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലേ, എന്തിനാ ഇങ്ങനെ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നോക്കുന്നതെന്ന്. ആ സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുവാണ്, ഇവളായിട്ട് എന്തായാലും പറഞ്ഞിട്ട് അത് കേൾക്കാൻ പറ്റുമെന്ന് ഓർക്കണ്ട, അതിലും ഭേദം ഞാൻ തന്നെ മുൻകൈ എടുത്ത് എങ്ങനെയും പറയിക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കിഷോറിൻ്റെ അമ്മ കൊണ്ട് ചായ കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയും, എടാ AGM ജോലി പോയെങ്കിലും വേറെ ഏതെങ്കിലും ജോലി നോക്കണം, അല്ലാതെ ഇങ്ങനെ വീട്ടിൽ കുത്തി ഇരിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിഷോർ പറയും, അതൊന്നുമല്ല, ഇനി ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ അമ്മ പറയും, നിൻ്റെ കാശുണ്ടോ എന്ന് ചോദിക്കും. ആ സമയത്താണ് കേട്ടോ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് അജാസിൻ്റെ കൂടെ വന്നിറങ്ങുന്നത്. അജാസ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിക്കുകയോ വൈകിട്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവർക്ക് പറയും, അത് വേണ്ട, ഇന്നെന്തോ ചെറിയൊരു തലകറക്കം, അതുകൊണ്ട് വിളിച്ചായിരുന്നു എന്ന് പറയും കേട്ടോ. എന്നിട്ട് അവനെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ മുകളിൽ നിന്ന് കിഷോറും അമ്മയും നോക്കി നിൽക്കുന്നത് കാണും. അപ്പോൾ പെട്ടെന്ന് എന്നെ നോക്കാൻ വേണ്ടി നിൽക്കുവാണ്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആക്ടിങ് തുടങ്ങുവാണ് കേട്ടോ. എന്നിട്ട് തല കറങ്ങുന്നതായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ അജാസ് ഓടി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കാൻ പറയും, വിട്ടോ, ഇനി കുഴപ്പമൊന്നുമില്ല, മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു, കാണിക്കാൻ വേണ്ടിയാന്ന് പറയും കേട്ടോ. അപ്പോൾ അജാസ് ചെറുതായിട്ട് ചിരിച്ചിട്ട് പറയും, എന്നാൽ ശരി പോയിക്കോ, നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞ് അജാസ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അകത്തോട്ട് വരാൻ നേരത്ത് കിഷോറിൻ്റെ അമ്മ പറയുകയാണ്, എടാ നാട്ടുകാരുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ആ നാണക്കേട്, അവളെ പറഞ്ഞ് ഉപദേശിച്ച് നിർത്താൻ നോക്കിക്കോണം നീ എന്ന് പറയുകയാണ്. അപ്പം കിഷോർ പറയും, ഞാനിന്ന് അവളെ ശരിയാക്കും,
ഞങ്ങൾ പിന്നെ വഴക്കുണ്ടാകുമ്പോൾ അമ്മ ഒന്ന് ഇടപെടാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് താഴെ ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ അവൻ്റെ കൂടെ വന്നേ, നിനക്ക് നാണമില്ല എന്നൊക്കെ ചോദിച്ച് ചൂടാവുകയാണ് അപർണയോട്. അപ്പം കിഷോറിനോട് തിരിച്ച് അപർണ ചോദിക്കും, നീയല്ലേ എൻ്റെ ഹസ്ബൻഡ്, ഹോസ്പിറ്റലിൽ പോകാൻ നിന്നെ ഞാൻ എത്ര മണി വിളിച്ചായിരുന്നു, നീ വന്നില്ലല്ലോ, പിന്നെ ഇപ്പം ഞാൻ ആരോടെയും പോകുന്ന കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറയുമ്പോഴേക്കും കിഷോർ പറയാം, നീ എനിക്ക് തരാൻ എൻ്റെ ആ എമൗണ്ട് എനിക്ക് തന്നു കഴിയുമ്പോൾ നീ സുഖമായിട്ട് ആരോട് വേണമെങ്കിലും പൊക്കോളാൻ പറയും കേട്ടോ. ആ സമയത്ത് അപർണ പറയും, ആ ക്യാഷ് നിനക്ക് കിട്ടും എന്ന് ഓർത്ത് നീ സ്വപ്നം കണ്ട, അതിൻ്റെ അച്ഛൻ്റെ ക്യാഷല്ല, അത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാഷാന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും കിഷോറിന് ദേഷ്യം വന്നിട്ട് പറയും, ഞാനിതെല്ലാം നിൻ്റെ അച്ഛനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം അവനെ പറയാം, എന്നാൽ നീ പോയി പറയടാ, എന്നിട്ട് വേണം നിൻ്റെ വീരകൃത്യങ്ങൾ എനിക്ക് ഡാഡിയോട് പറയാമെന്ന് പറയുകയാണ്. അത് പറയുന്ന താമസം ഉണ്ടാവുള്ളൂ, ഡാഡി നിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറയും. ഇത് കേൾക്കുന്ന കിഷോർ ആ കൂടെ ഞെട്ടുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അപർണ പറയും, പിന്നെ വേറൊരു കാര്യം കൂടെ നിന്നോട് പറഞ്ഞേക്കാം, ഇവിടെ ഉള്ളവരോട് ഞാനും അജാസും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, മര്യാദയ്ക്ക് നിന്ന് നിനക്ക് ജീവിച്ചെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അപർണയെ കയറി പോകാൻ കേട്ടോ. കിഷോർ ദേഷ്യപ്പെട്ട് കൗച്ചി ചെന്നിരിക്കുമ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, എടാ എന്തായി, നീ ഉപദേശിച്ചോ, പറഞ്ഞ് മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും കിഷോർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുവാണ് കേട്ടോ. എന്തുപദേശിക്കാൻ, എൻ്റെ ഭാര്യനെ എനിക്ക് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തെന്ന് ഇരിക്കും, അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റായിട്ട് കാണാൻ, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന അമ്മ ഞെട്ടിയിരിക്കുകയാണ്. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.